റോജായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വി ഡി സതീശൻ പറഞ്ഞതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തെരുവിലിട്ട് തല്ലിയ പോലീസുകാരോട് ഞങ്ങൾ പ്രതികാരം ചോദിച്ചിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടെ ആലപ്പുഴ വെച്ച് നമ്മുടെ ആലപ്പുഴ MLA ആയ എ ഡി തോമസിനെയും മറ്റൊരു പ്രവർത്തകനെയും ഗൺമാന്മാരെ ഇറങ്ങി തല്ലിയ സംഭവം. അതിലിപ്പോൾ ഒരു പുനരന്വേഷണം SIT വെച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല തുടക്കമാണോ? അതായത് ഈ പോലീസിലെ ക്രിമിനലിസത്തിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു നടപടിയാണോ? തീർച്ചയായിട്ടും അതിനകത്ത് ഈ നമ്മളെപ്പോഴും ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസിന്റെ ആക്രമണം ഒരു പണ്ട് കാലങ്ങളിലൊക്കെയാണ് ഒരു മിതമായ തരത്തിലായിരുന്നു ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടത്. പിണറായിയുടെ സർക്കാർ വന്നപ്പോൾ നമ്മൾ കണ്ടത് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയും ഈ മുഖ്യമന്ത്രിയെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് റോഡിലിറങ്ങി ഈ കൊച്ചു പാവപ്പെട്ട ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ അതിക്രൂരമായിട്ട് മാരകമായിട്ടുമാണ് ഇവർ മർദ്ദി. നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങൾ ആലപ്പുഴ വെച്ച് AD തോമസിനെയും ജൂവൽ എന്ന് പറയുന്ന 2 KSUക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതിനകത്ത് അന്ന് മുഖ്യമന്ത്രിയുടെ കമാൻഡോ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ അനിൽകുമാറും സന്ദീപ് എന്ന് പറയുന്ന 2 പേരാണ് ലാത്തി ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരുടെ തലക്കടിക്കുകയും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. പോലീസുകാരെ തടയാൻ ശ്രമിച്ചിട്ട് പോലും ലോക്കൽ പോലീസുകാർ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇവർ 2 പേരും അവരെ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. അപ്പം മുഖ്യമന്ത്രിയുടെ വാഹനമൊക്കെ പോയി കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ രക്ഷിക്കുക എന്നുള്ള നാട്യത്തിലാണ് ഈ തെമ്മാടിത്തം മുഴുവൻ കാണിച്ചു വെച്ചു എന്ന് പറയുന്നത്. അല്ല, ഈ തെമ്മാടിത്തരത്തിന് പിണറായി വിജയൻ കൊടുത്ത ന്യായീകരണമാണ് രക്ഷാപ്രവർത്തനം. അത് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പലപ്പോഴും മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുകയും മനുഷ്യത്വരഹിതമായ കമന്റുകൾ പറയുകയും ചെയ്യുന്ന ഒരാളായിട്ട് പലപ്പോഴും തോന്നുന്നു. ഒരു സംസ്ഥാനത്തിന്റെ രക്ഷക വേഷത്തിലാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മക്കളോ കൊച്ചുമക്കളോ ആകാൻ പ്രായമുള്ള 2 ചെറുപ്പക്കാർ, അതിലൊരാളാണ് AD തോമസ്. ഇപ്പോൾ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് MLA ആയിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കരുണ കാണിക്കാനുള്ള മനസ്സ് മുഖ്യമന്ത്രി കാണിച്ചില്ല. മുഖ്യമന്ത്രി ആ പോലീസുകാരുടെ തെമ്മാടിത്തത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയും. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത പോലീസ് പിന്നെ ആരെ രക്ഷിക്കാൻ? കേരള മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ആണെന്ന് ആരോടാണ് നീ പറയുന്നത്? അപ്പൊ അങ്ങനെ അത്തരം ഒരു മനുഷ്യത്വരഹിതമായ പെരുമാറ്റമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അത് എന്നിട്ട് ഇതേ പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്കായിട്ട് വെച്ചിരിക്കുകയുമാണ്. അപ്പം എനിക്ക് ഇതിനകത്ത് ഒരു പ്രധാനമായ ഒരു മുഖ്യമന്ത്രി നീതി നടപ്പാക്കാൻ ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് സതീശൻ പറഞ്ഞ് 2024 നവംബർ 8-ാം തീയതി ആലപ്പുഴയിലെ കോടതി പറഞ്ഞിരുന്നു ഈ കേസിനെ കുറിച്ച് പുനരന്വേഷണം വേണമെന്ന്. എന്തുകൊണ്ടാണ് കോടതി പുനരന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്? അതായത് ഈ പോലീസ് തല്ലി എന്നുള്ളതിന് തെളിവില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ SP ആ കേസ് എഴുതി തള്ളാൻ ശ്രമിച്ചപ്പോഴാണ് ആ തെളിവുകളുമായിട്ട് AD തോമസും മറ്റു കൂടുള്ള സഹപ്രവർത്തകനും കോടതിയെ സമീപിച്ച് അവർ വീഡിയോയും മറ്റ് തെളിവുകളും എല്ലാം ഹാജരാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണത്തിന് 2 വർഷമായിട്ട് ഈ പിണറായിയുടെ പോലീസ് അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയില്ല. അപ്പൊ പിന്നെ പിണറായി വിജയൻ എന്ത് നീതിയാണ് ഈ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ നടപ്പാക്കിയെന്ന് പറയുന്നത്? കോടതി ഉത്തരവ് പോലും മാനിക്കാൻ തയ്യാറായിട്ടില്ല, ഇല്ലേ? അപ്പൊ പിന്നെ സാധാരണക്കാരൻ എവിടെയാണ്? നിങ്ങൾ നീതി ഉറപ്പാക്കി, ഇവിടെ കലാപവും ഇല്ലായിരുന്നു, ഇവിടെ ക്രമസമാധാന നിലയിൽ ഞങ്ങൾ നമ്പർ 1 ആണ് എന്നൊക്കെ പറയുന്നത്. കോടതി പോലീസിന്റെ അടുത്ത് നീതി തേടി പോയിട്ട് പോലീസ് നീതി കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ആ പിള്ളേര് കോടതിയെ സമീപിച്ച്. കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അത് നടപ്പാക്കാൻ കേരള സത്യം പറഞ്ഞാൽ കേരള പോലീസിന്റെ ആ സമയത്തുള്ള DGP ആരാന്ന് വെച്ചാൽ അയാളെ കൂടി ഇതിനകത്ത് പ്രതി ചേർക്കേണ്ടതാണ്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് നടപ്പാക്കിയില്ല. അപ്പം ഇപ്പോൾ സതീശന്റെ ഗവൺമെന്റ് വന്നപ്പോൾ മിനിമം ഈ കോടതി ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൂടെ നടപടിയെടുക്കണം. അവരെ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുത്തേണ്ടതാണ്. കാരണം അവരോടാണ് കോടതി ആവശ്യപ്പെട്ടത്, അല്ല പിണറായി വിജയനോടല്ല ആവശ്യപ്പെട്ടത്. കോടതി പോലീസിന്റെ മേധാവിയോടും ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറിയോ അങ്ങനെയുള്ളവരോടൊക്കെയാണ് അത് ആവശ്യപ്പെട്ടത്. എന്നിട്ട് അത് നടപ്പാക്കിയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ SIT അന്വേഷിക്കുമ്പോൾ, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ ഈ അവരുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരെ കൂടെ അവരെ കൂടി ഇതിനകത്ത് പ്രതി ചേർക്കുക, അവർക്കെതിരെ അന്വേഷണ നടപടികൾ നടത്തേണ്ടതാണ്. അതാണ് അതിൻ്റെ അകത്ത് ഒരു ന്യായമായ രീതിയിലുള്ള ഒരു കാര്യം എന്നത്. പിന്നീട് വേറൊരു കാര്യം, പോലീസിനെ ആ മനുഷ്യനെ ഇങ്ങനെ ചവിട്ടി തല്ലി ഒതുക്കാനുള്ള അവകാശം പോലീസിനുണ്ടോ ഇല്ലയോ? അതേക്കുറിച്ചൊരു കൃത്യമായ ഒരു നിർവചനമാണ്, അതേക്കുറിച്ച് ഒരു കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ ഈ സർക്കാരിന്റെ ബാധ്യതയുണ്ട്. സമരങ്ങളിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ ഇങ്ങനെ തലക്കടിച്ചും തോളലിൽ ചവിട്ടി ഒടിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് പോലീസ് മർദ്ദനം പോകുന്നതിന്
അതിനൊരു ഒരു 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 ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത്, പോലീസിനകത്ത് ഒരു 4 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്കെതിരെ നിങ്ങൾ ഇത്തരത്തിൽ നടപടിയെടുക്കാനോ പിരിച്ചുവിടാനോ ആയില്ലെങ്കിൽ വീണ്ടും ഇത് വർദ്ധിക്കും. പോലീസിനെ നമ്മൾ പോലീസുകാർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ന്യായം എന്താണ്? പോലീസുകാർക്കെതിരെ നടപടി എടുത്താൽ പോലീസിന്റെ മനോവീര്യം, ആ മനോവീര്യം സേനയുടെ മനോവീര്യം നശിച്ചു പോകും. അപ്പൊ സേനയുടെ ആ മനോവീര്യം വേണ്ടാന്നേ. ആ മനോവീര്യം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് പോലീസ് പലപ്പോഴും വൃത്തികെട്ട രീതിയിൽ പെരുമാറുമ്പോഴാണ് ഇപ്പൊ തന്നെ ഇവിടെ ലുലു മാളിൽ മലബാർ മാളിൽ വെച്ചിട്ടാണ് SFIക്കാരെ തല്ലി ഒരു പോലീസുകാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. എന്തുകൊണ്ടാണ് ആ സ്ഥിതിയിലേക്ക് പോകുന്നത്? പോലീസ് അന്യായമായി പെരുമാറുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ചെറുപ്പക്കാർ നടപടിയിലേക്ക് പോകുന്നത്. എവിടെയാണ് നമ്മൾ തൃശ്ശൂര് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ വീടുകളിലേക്ക് ജനങ്ങൾ ആ സമയത്ത് ഇത് വളരെ അട്രോസിറ്റീസ് വളരെ കൂടിയിരുന്നു. പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന പോലീസുകാരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു സന്ദേശം വന്നപ്പോഴാണ് ഇത് അടങ്ങിയത്. അതെ, അത് തന്നെ. അതാണ് അവർക്ക് മക്കളുണ്ടെന്നും അവർക്ക് ഭാര്യയും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു മെസ്സേജ് വന്നപ്പോഴാണ് തോന്നിയത്. കാരണം അതുണ്ടാകുന്നതിൽ നമുക്കൊരു പൊതുസമൂഹത്തെ കുറ്റം പറയാം. കാരണം പൊതുസമൂഹം അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം നിയമം കയ്യിലെടുക്കാൻ അവർക്ക് അവകാശമില്ല. പക്ഷേ നിങ്ങൾ നിയമം നടപ്പിലാക്കേണ്ടവർ അന്യായമായി പെരുമാറുമ്പോഴാണ് മനുഷ്യൻ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കാണുന്ന ഓരോ ദൃശ്യങ്ങളും നമ്മൾ അത്രത്തെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ആ സുജിത്തിനെയൊക്കെ സ്റ്റേഷനിൽ കുനിചേർത്ത് ഇടിക്കുകയാണ്. അത് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ അത്തരത്തിലുള്ള പെരുമാറ്റം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല അത്തരം പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ കർശനമായ നടപടി എടുക്കാൻ ധൈര്യം കാണിക്കണം, അതിനുള്ള ശക്തി കാണിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴും കോൺഗ്രസ്സുകാരെല്ലാം സംശയത്തോടുകൂടി പറയുന്ന ചില കാര്യമുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം കേസുകൾ CPM-ആയിട്ട് ഒത്തുകളിച്ച് ഒതുക്കി തീർക്കുന്ന ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. അതുണ്ടാവാൻ പാടില്ല. കാരണം 5000-ലധികം കോൺഗ്രസ് പ്രവർത്തകരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അതിക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റ് ആശുപത്രിയിലും ജയിലിലും ഒക്കെ ആയിട്ട് കിടന്നത്. എത്ര ചെറുപ്പക്കാരാണ് ഈ തെരുവിൽ തല്ലി ചതക്കിയായിരുന്നു. അവർ എത്ര പേരാണ് ജയിലിൽ കിടന്നത്, എത്രയോ ദിവസങ്ങൾ. കേട്ടോടി കണ്ടില്ലേ, ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു KSUക്കാർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ആയുധമെടുത്ത് വധശ്രമത്തിന് കേസെടുത്ത് 10 പേര് അവരെ 10-14 ദിവസം ജയിലിട്ട അപ്പൊ അങ്ങനെ പോലീസിന്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഈ സംസ്ഥാനത്തുണ്ടായി. എന്നിട്ട് എന്താണ് വീണ ജോർജിന്റെ ഒരു ബന്ധു മാതൃഭൂമി പത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗഡ്മാനെ അടുത്ത് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു അല്ലെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ന്യായം എഴുതി ചേർത്തു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ പോലീസിന്റെ തോന്നിവാസമായിരുന്നു, അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിലുള്ള CPM നേതാക്കളുടെ തോന്നിവാസമായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതേതായാലും അന്വേഷിക്കാൻ SIT അന്വേഷിക്കാൻ തീരുമാനിച്ച നല്ല കാര്യം. പക്ഷെ ഒരു സമയബന്ധിതമായിട്ട് വേണം. 30 ദിവസത്തിനുള്ളിൽ ഈ കേസ് അന്വേഷിച്ച് തെളിവുകൾ, കാരണം ഏതായാലും അവർ കോടതിയെ കാണിച്ചിട്ടുള്ളതാണ്, അതെടുത്തു വെച്ച് എത്രയും പെട്ടെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയോ അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകാനോ ഈ സർക്കാർ തയ്യാറാണ്. അല്ല പതിവ് പരിപാടിയുമായിട്ടാണ് പോകുന്നതെങ്കിൽ ജനം നിങ്ങൾക്കെതിരെ തിരിയും, അതിനകത്തൊരു സംശയം വേണ്ട. ഇത് ഒരു മിനിമം ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 3 മാസത്തിനകം ഈ കേസിനകത്ത് ഒരു തീർപ്പുണ്ടാവണം. നീതി നടപ്പാക്കി എന്നുള്ളൊരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവണം. അത് നടപ്പാക്കാൻ ഉള്ള ശക്തി ആർജവും സതീശന്റെ സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അത് കാണിക്കണമെന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്.